ഹായ് ടി, നമസ്കാരം. നമ്മുടെ മോദി കെയർ ബിസിനസ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ഡിസ്ട്രിബ്യൂഷൻ പോയിൻ്റ്. അപ്പോൾ പല ആളുകൾക്കും ഒരു ഡിസ്ട്രിബ്യൂഷൻ പോയിൻ്റ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട്. അപ്പോൾ അവർക്കിത് എങ്ങനെയാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ പോയിൻറ്റിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യാമെന്ന് പലർക്കും സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനുള്ള ഒരു ഉത്തരമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മോദി കെയറിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. www.modicare.com MODICARE.com. ഇതിൽ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇതുപോലെ സ്ക്രീൻ കാണാം. മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു ആളുടെ തല നമുക്ക് കാണാം. അത് സൈൻ ചെയ്യാനുള്ള സ്ഥലമാണ്. അവിടെ നമ്മൾ ടച്ച് ചെയ്യാം. അപ്പോൾ അതിൽ സൈൻ ഇൻ എന്ന് പറയുന്ന ഒരു സ്ഥലം കാണും. അവിടെ നമ്മളൊന്ന് ടച്ച് ചെയ്യുക. എന്നിട്ട് നമ്മുടെ MA നമ്പർ ചോദിക്കും. അപ്പോൾ MA നമ്പർ ചോദിക്കുന്ന സ്ഥലത്ത് ആർക്കാണോ ഡിസ്ട്രിബ്യൂഷൻ പോയിൻ്റ് തുടങ്ങേണ്ടത് അവരുടെ മെമ്പർഷിപ്പിൻ്റെ നമ്പറാണ് MA നമ്പർ. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 52484454. ഇതാണ് MA നമ്പർ. ഇനി അതിന് താഴെ പാസ്വേഡ് കൂടി ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സൈറ്റിലേക്ക് കയറുക. 355 പാസ്വേഡ് ടൈപ്പ് ചെയ്തു. ഇനി നമുക്കിത് സൈൻ ചെയ്തു. സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്ക്രീനാണ് തുറന്ന് വരിക. അപ്പോൾ നമുക്ക് ഈ പോപ്പപ്പ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമ്മൾ പേര് കണ്ടു, പേര് MA നമ്പർ കണ്ടു. മുകളിലുള്ള ഈ 3 വര, ലെഫ്റ്റ് സൈഡിൽ മുകളിലുള്ള 3 വരയിൽ നമ്മൾ ടച്ച് ചെയ്യുക. അപ്പോൾ അതിൽ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ പ്രൊഫൈലിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കേണ്ടത്. പ്രൊഫൈൽ ടച്ച് ചെയ്തു. അതിൻ്റെ താഴേക്ക് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് കാണാം DP റിക്വസ്റ്റ് എന്ന് കാണാം. DP റിക്വസ്റ്റ്. അപ്പോൾ DP റിക്വസ്റ്റിനെ ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ ഒരു ഫോർമാറ്റ് നമുക്ക് തുറന്നു വരും. DP റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 4 കാര്യം അതിൽ കാണാൻ പറ്റും. ഒന്ന് DP ഇൻഫർമേഷൻ. അപ്പോൾ DP ഇൻഫർമേഷൻ ആളുടെ പേര്, ബേസിക് ആയിട്ടുള്ള എല്ലാ ഡാറ്റയും നമുക്കിതിൽ കാണാൻ പറ്റും. ഇനി അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ DP റിക്വസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. ആ DP റിക്വസ്റ്റിൽ നമ്മൾ ടച്ച് ചെയ്യാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ DP റിക്വസ്റ്റ് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഡാറ്റ ചോദിക്കും. ആദ്യമായിട്ട് പിൻകോഡാണ് ചോദിക്കുക. അപ്പോൾ ഞാൻ പിൻകോഡ് ടൈപ്പ് ചെയ്യാം. 679536 പിൻകോഡ്. ഓക്കെ. ഇനി സ്റ്റേറ്റ് എവിടെയാണോ, അപ്പോൾ സ്റ്റേറ്റ് ഓട്ടോമാറ്റിക്കലി അതിൽ ലോഡായിട്ട് വന്നിട്ടുണ്ട്. സിറ്റിംഗ് അതിൽ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് അതിൻ്റെ ഫ്ലാറ്റ്, ഹൗസ് നമ്പർ, ബിൽഡിംഗ്, അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതിൽ നമുക്ക് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് 11 X1 11 /277F 277F. ഇതാണ് ഇവിടുത്തെ ഹൗസ് നമ്പർ. ഇനി ഏരിയ ഇത് ചാലിശ്ശേരിയാണ്. CHLISSER. അപ്പോൾ ഏരിയ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി അഡ്രസ്സ്, കൃത്യമായിട്ടുള്ള അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് കൃത്യമായിട്ട് കമ്പനിക്ക് അത് ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ചാലിശ്ശേരി പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ്, ചാലിശ്ശേരി പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ്. അപ്പോൾ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചാലിശ്ശേരി പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ്, നിയർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, നിയർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്. കൃത്യമായിട്ട് സ്പെല്ലിംഗ് നോക്കി ടൈപ്പ് ചെയ്യണം. ചാലിശ്ശേരി PO, ചാലിശ്ശേരി PO. ഇനി ലാൻഡ്മാർക്ക്, അടുത്ത് തിരിച്ചറിയാനുള്ള ഒരു സ്ഥലം ചോദിക്കണം. അപ്പോൾ ഇത് KSEBയുടെ അടുത്താണ്. അപ്പോൾ നിയർ KSEB ഓഫീസ്. അപ്പോൾ ഇനി കണ്ടു കൊരിയർ, സെൽഫ് പിക്കപ്പ്, ഇതെല്ലാം ഓക്കെയാണ്. മൊബൈൽ നമ്പർ, രണ്ടാമതൊരു മൊബൈൽ നമ്പർ കൂടി ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അതും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. 9946466322. അപ്പോൾ രണ്ടാമത്തെ മൊബൈൽ നമ്പർ കൊടുത്തു. 9946466322. ഇനി ഇമെയിൽ ID ആണ്, അത് ടൈപ്പ് ചെയ്യണം. Wilson CS @gmail.com. അത് ഓക്കെ.
ഇനി വരുന്നത് സ്റ്റോറിൻ്റെ ഇമേജാണ്. ഇവിടെ ഷോപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ 2 ഫോട്ടോ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ആ 2 ഫോട്ടോ ആണ് നമ്മളിതിൽ കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഒന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ്. സ്റ്റോർ ഇമേജ്, അപ്പോൾ ഒരെണ്ണം ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തു. രണ്ടാമതൊരെണ്ണം കൂടി സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതെടുത്തു, അതും സെലക്ട് ചെയ്തു. അപ്പോൾ 2 ഇമേജ് നമ്മൾ സ്റ്റോറിൻ്റെ കൊടുത്തു. ഇനി അഡ്രസ് പ്രൂഫാണ് ഞാൻ എടുത്ത് ചോദിക്കുക. അപ്പോൾ ആ ഫയലും കൂടി, ഈ സ്ഥലം എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൂഫാണ്. അപ്പോൾ അതും കൂടി നമ്മളിതിൽ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അഡ്രസ് പ്രൂഫും സെലക്ട് ചെയ്തു. ഇനി ഇതിൽ നെക്സ്റ്റ് കാണാൻ തൊട്ട് താഴെ കാണാം ഷെയർ ലൊക്കേഷൻ, DP ലൊക്കേഷൻ. അപ്പോൾ അത് ഷെയർ ചെയ്തു. DP ലൊക്കേഷൻ, സേവ് ലൊക്കേഷൻ. അത് കഴിഞ്ഞിട്ട് ഐ ആക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ. അപ്പോൾ അത് ആക്സെപ്റ്റ് അടിച്ചു, സബ്മിറ്റ് അടിച്ചു. സ്റ്റോർ ഇമേജ് സെലക്ട് ആയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റോർ ഇമേജ് ഒന്നുകൂടി സെലക്ട് ആക്കേണ്ടതുണ്ട്. ഒന്നൊക്കെ രണ്ടാമത്തെ ഒരു സ്റ്റോർ ഇമേജ് കൂടിയും കൊടുക്കണം. അത് കൊടുത്തു. സേവ് ലൊക്കേഷൻ. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ നമ്മുടെ റിക്വസ്റ്റ് സബ്മിറ്റാക്കി, ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇത് കാണാം അവിടെ, യുവർ DP റിക്വസ്റ്റ് ഈസ് പെൻഡിങ് ഫോർ അപ്രൂവൽ. ഇത്ര ആയി കഴിഞ്ഞാൽ നമ്മുടെ DP റിക്വസ്റ്റ് പെൻഡിങ്ങിലാണ്. 1-2 ദിവസത്തിനുള്ളിൽ കമ്പനി അത് വെരിഫൈ ചെയ്തിട്ട് അപ്രൂവ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഒരു DP നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ആവശ്യാനുസരണം ചെയ്ത് നോക്കി പഠിക്കുക. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് തന്നെ ചോദിച്ചറിയാം. എൻ്റെ എന്താ പറയുക, വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ നമ്പറിൽ വിളിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.